കോഴിക്കോട് നടന്ന കേരള ലിറ്റററി ഫെസ്റ്റിവലിൽ എം.ടി. വാസുദേവൻ നായർ പറഞ്ഞത് 20 വർഷം മുമ്പ് അദ്ദേഹം തന്നെ എഴുതിയ ലേഖനത്തിലെ ഭാഗമാണ്. ചരിത്രപരമായ ഒരാവശ്യം എന്ന തലക്കെട്ടിൽ 2023 എഴുതിയ ലേഖനമാണ് എം.ടി. ആവർത്തിച്ചത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് 13 വർഷം മുൻപ് എം.ടി. എഴുതിയ ലേഖനമാണിത്. തൃശൂർ കറന്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന എം.ടിയുടെ പുസ്തകത്തിൽ ഈ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എം.എൻ. കാരശ്ശേരിയാണ് പുസ്തകത്തിന് ആമുഖം എഴുതിയിരിക്കുന്നത്. 4 വരികളാണ് തുടക്കത്തിലും അവസാനത്തിലുമായി ലേഖനത്തിന്റെ ഉള്ളടക്കത്തോട് എം.ടി. കൂട്ടിച്ചേർത്തത്. ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു. ഇത് 7ാമത്തെ വർഷമാണെന്ന് അറിയുന്നു. സന്തോഷം. ചരിത്രപരമായ ഒരാവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് പ്രസംഗം അദ്ദേഹം ആരംഭിക്കുന്നത്. ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന വരിയുമാണ് പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് ലേഖനത്തിൽ നിന്നല്ലാതെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ എം.ടി. നടത്തിയ പ്രസംഗം ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ എം.ടി. വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ പുതുമയില്ലെന്നാണ് CPM വിലയിരുത്തൽ. ഇതേ കാര്യം മുൻപും എം.ടി. എഴുതിയിട്ടുണ്ടെന്നും EMSനെ അനുസ്മരിച്ച് വർഷങ്ങൾക്ക് മുൻപെഴുതിയ ലേഖനം മാത്രമാണിതെന്നും 2 പുസ്തകങ്ങളുടെ ഭാഗമാണ് ലേഖനമെന്നും CPM ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എം.ടിയുടെ പ്രസംഗത്തിലെ പരാമർശവും ലേഖനവും തമ്മിൽ ഉള്ളടക്കത്തിൽ ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുയരുന്ന വിവാദത്തിൽ കക്ഷി ചേരേണ്ട കാര്യമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് DC ബുക്ക് സംഘടിപ്പിക്കുന്ന 7ാമത് സാഹിത്യോത്സവത്തിലെ ഉദ്ഘാടന വേദിയിലായിരുന്നു എം.ടി. വാസുദേവൻ നായർ രാഷ്ട്രീയ രംഗത്തെ മൂല്യച്യുതിയെക്കുറിച്ച് പതിവില്ലാത്ത വിധം തുറന്നടിച്ചത്. ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെ അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും കുറിച്ച് എം.ടി. രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ എന്നോ കുഴിവെട്ടിമൂടി. റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു. ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം. ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നും എം.ടി. പറഞ്ഞു. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ എം.ടി. ഇക്കാര്യത്തിൽ EMSനെയാണ് ഉദാഹരിച്ചത്. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ EMS എന്നും ശ്രമിച്ചു. നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാഞ്ഞതും അതുകൊണ്ട് തന്നെയാണെന്നും എം.ടി. പറഞ്ഞു. അതേസമയം വിവാദ പ്രസ്താവനയിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ എന്നിവർക്കൊപ്പം പ്രതിപക്ഷ നേതാവ് V.D. സതീശനും പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് രംഗത്തു വന്നു. എം.ടിയുടെ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ കണ്ണു തുറപ്പിക്കട്ടെയെന്നും അദ്ദേഹത്തിന്റെ വിമർശനം പിണറായിക്കും നരേന്ദ്രമോദിക്കും ഒരുപോലെ ബാധകമാണെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എം.ടി. കാണിച്ച ആർജവം മറ്റ് സാംസ്കാരിക നായകർക്ക് മാതൃകയാകട്ടെ എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല സ്തുതിപാഠകർക്ക് മാത്രം അവസരങ്ങൾ എന്നതാണ് ഇപ്പോഴത്തെയും അവസ്ഥയെന്നും ചൂണ്ടിക്കാട്ടി. തന്റെ വിമർശനത്തിലൂടെ എം.ടി. ഉദ്ദേശിച്ചത് കേരളത്തെ തന്നെയാണെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായിയെ തന്നെയാണ് വിമർശിച്ചത്. എഴുത്തും വായനയും അറിയാവുന്നവർക്ക് കാര്യം മനസ്സിലാകും. എം.ടി. പറഞ്ഞത് E.P. ജയരാജന് മനസ്സിലാകാഞ്ഞിട്ടല്ല. കാര്യം പറഞ്ഞാൽ പണി പോകുമെന്ന പേടിയാണ് E.P.ക്കെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. എം.ടി. വാസുദേവൻ നായർ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ബാധകമാണ്. സാഹിത്യകാരും ബുദ്ധിജീവികളും CPMനെതിരെ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതരാകുന്നുവെന്നും കെ മുരളീധരൻ വിമർശിച്ചു.
MT വാസുദേവൻ നായരുടെ പരാമർശം അധികാരം എങ്ങനെ ദുഷിപ്പിക്കുന്നതിനെ കുറിച്ചാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ വാക്കുകൾ നിഷ്പക്ഷത നടിക്കുന്ന ബുദ്ധിജീവികൾ കേൾക്കണമെന്നും VD സതീശൻ വ്യക്തമാക്കി. നിഷ്പക്ഷത നടിച്ചു നടന്ന് സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും ചില മാധ്യമ പ്രവർത്തകരും അതുപോലെ നിഷ്പക്ഷരാണെന്ന് കാണിച്ച് വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാരിന് സ്തുതിഗീതം പാടുന്നവരുമൊക്കെ MTയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണം. ആ വാക്കുകൾ വളരെയേറെ പ്രധാനപ്പെട്ടതാണെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. ഇത്തരം വിവാദങ്ങളും വിമർശനങ്ങളും ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് MT വാസുദേവൻ നായർ പറഞ്ഞത് 20 വർഷം മുൻപ് അദ്ദേഹം തന്നെ എഴുതിയ ലേഖനത്തിലെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നത്.